പാലക്കാട് നഗരസഭയിലെ 46-ാം വാർഡിൽ തെരഞ്ഞെടുപ്പിനിടെ ബി.ജെ.പി. നടത്തിയ ബൂത്ത് പിടുത്തത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. ബൂത്തിന് നിയന്ത്രണമേറ്റെടുത്ത ബി.ജെ.പി. സ്ഥാനാർത്ഥിയും സംഘവും വിവരമറിഞ്ഞെത്തിയ ഇടതു സ്ഥാനാർത്ഥിയെയും ഇറക്കിവിട്ടു. ഇതേ തുടർന്ന് ഇവിടെ LDF തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു. പ്രശ്നത്തിൽ ഇടപെട്ട പോലീസ് ബി.ജെ.പി. സ്ഥാനാർത്ഥിയെ ബൂത്തിൽ നിൽക്കാൻ അനുവദിച്ചത് ഇടതു സ്ഥാനാർത്ഥി മാത്രം ഇറക്കിക്കൊണ്ടു പോവുകയും ചെയ്തു. ബൂത്ത് പിടിച്ച ഇടതു സ്ഥാനാർത്ഥി ഇറക്കിവിടുന്ന ദൃശ്യങ്ങൾ മീഡിയ വണ്ണിൽ ലഭിച്ചു. ഞങ്ങളുടെ പ്രതിനിധി സാജിദ് അജ്മലുണ്ട് വിവരങ്ങളുമായി. സാജിദ്, ഇത്തരത്തിൽ ബൂത്ത് പിടുത്തം ഉണ്ടായി എന്ന് കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ടുകൾ വന്നതാണ്. അത് ചിത്രീകരിക്കാൻ പോയ മാധ്യമപ്രവർത്തകർക്ക് നേരെയും അതിക്രമമുണ്ടായി. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിരിക്കുന്നു. വലിയ ആക്ഷേപമാണോ ഇപ്പോൾ ഇടതുമുന്നണിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്? സായ്കുമാർ, അത് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി, അദ്ദേഹം കേവലമായ ഒരു സ്ഥാനാർത്ഥി മാത്രമല്ല, ബി.ജെ.പിയുടെ സംസ്ഥാന സമിതി അംഗവും. നിലവിൽ അദ്ദേഹം ബി.ജെ.പിയുടെ അതായത് പാലക്കാട് നഗരസഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയാണ് അദ്ദേഹം. എൻ ശിവരാജന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിന്നെ കള്ളവോട്ട് ചെയ്യുന്നതിനും അതുപോലെ തന്നെ LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ബലമായി ഇറക്കിവിടുന്നതും LDF ആദ്യം മുതൽ തന്നെ ആരോപിച്ചിരുന്നത് 46-ാം വാർഡിൽ വ്യാപകമായ കള്ളവോട്ട് നടക്കുന്നു എന്നായിരുന്നു. ഇതേ തുടർന്ന് ജില്ലാ കലക്ടർ ഇടപെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകി. കൃത്യമായ തിരിച്ചറിയൽ രേഖ ഉള്ളവർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ കഴിയൂ, അല്ലാത്തവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കരുത് എന്ന് ആവശ്യപ്പെട്ടു. തുടർന്നും കള്ളവോട്ട് ചെയ്യുന്നത് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് LDFന്റെ സ്ഥാനാർത്ഥി ശരവണദാസ് ബൂത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇതോടുകൂടി എൻ ശിവരാജിന്റെ നേതൃത്വത്തിലുള്ള ബി.ജെ.പി. പ്രവർത്തകർ ബലമായി LDF സ്ഥാനാർത്ഥിയെ പുറത്തിറക്കുകയായിരുന്നു. LDF CPM ജില്ലാ സെക്രട്ടറി അടക്കം ഇന്നലെ ഉന്നയിച്ച ആരോപണം. ഞാൻ സാജിദിലേക്ക് തിരിച്ചു വരാം. CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ തന്നെ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ CK രാജേന്ദ്രൻ, ഇന്നലെ തന്നെ ഇത് നിങ്ങൾ ആക്ഷേപം ഉന്നയിച്ചതാണ്. LDF അവിടെ വോട്ട് ബഹിഷ്കരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ബി.ജെ.പി. വോട്ട് പിടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സഹിതം ഞങ്ങൾ ഇപ്പോൾ സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഇതിനെതിരെ എന്ത് നടപടിയുമായി മുന്നോട്ട് പോകാനാണ് നിങ്ങളുടെ തീരുമാനം? ഇതൊരു ഫാസിസ്റ്റ് പ്രവണതയുടെ ഭാഗമായിട്ടേ കാണാൻ പറ്റും. ജനാധിപത്യ മര്യാദകളെ എല്ലാം തന്നെ ലംഘിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഈ ഫാസിസ്റ്റ് പ്രവണതയ്ക്കെതിരെ ജനാധിപത്യ വിശ്വാസികൾ ഒന്നിച്ച് പ്രതിഷേധിക്കണം. അതോടൊപ്പം തന്നെ അധികാരികൾ ഇതിൽ ശക്തമായ നിലപാടും നടപടിയും സ്വീകരിക്കേണ്ടതായിരിക്കും. പല ഘട്ടങ്ങളിലായിട്ട് ഈ പ്രശ്നം ബന്ധപ്പെട്ട റിട്ടേണിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ളവരെ അറിയിച്ചിട്ടും ഗൗരവമായിട്ട് എടുക്കുകയോ പോലീസിന്റെ സ്വാധീനം ഉറപ്പിക്കുകയോ പോലീസിന്റെ സാന്നിധ്യം ഉറപ്പിക്കുകയോ ചെയ്തുകൊണ്ട് ഇതിനെ തടയുന്നതിന് ഞാൻ തിരിച്ചു വരാം. ശ്രീ CK രാജേന്ദ്രൻ, ഞാൻ താങ്കളേക്ക് തിരിച്ചു വരാം. എൻ ശിവരാജൻ അവിടെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എൻ ശിവരാജൻ, കഴിഞ്ഞ ദിവസം തന്നെ LDF അവിടെ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചിരുന്നു. നിങ്ങളടക്കമുള്ള ആളുകൾ അവിടെ പോയി ബൂത്ത് പിടിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നുവെന്ന്. പക്ഷേ അത് അന്നൊരു ആരോപണം മാത്രമായിരുന്നു. പക്ഷേ അതിന്റെ ദൃശ്യങ്ങൾ സഹിതം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. എന്താണ് നിങ്ങൾ അവിടെ ചെയ്തത്? ഞങ്ങൾ അങ്ങനെ ഒന്നും ബി.ജെ.പി. പ്രവർത്തനം ചെയ്തിട്ടില്ല. ബൂത്ത് പിടുത്തം ഒരു ചുക്കും അവിടെ നടന്നിട്ടില്ല. ആകെ അവിടെ പോളിംഗ് നടന്നത് 71% പോളിംഗ് നടന്നിരിക്കുന്നത്. 1937 വോട്ടിൽ ആകെ വോട്ട് ചെയ്തിരിക്കുന്നത് 1357. ബൂത്ത് പിടുത്തമാണെങ്കിൽ കണ്ണൂർ വരെ 100% പോളിംഗ് ആകുമായിരുന്നു. CPMന് ഒരു സ്വാധീനമില്ലാത്ത വാർഡാണ്. അവർക്ക് പരമാവധി കിട്ടാവുന്ന 100 വോട്ട് ചെയ്തു കഴിഞ്ഞ ശേഷം അവർ പോയതാണ്. പിന്നെ ജനാധിപത്യ മര്യാദ അനുസരിച്ച് പോളിംഗ് ബൂത്തിന്റെ അകത്ത് ദൃശ്യമാധ്യമങ്ങൾ ചെയ്ത കാര്യങ്ങൾ ജനാധിപത്യ വിരുദ്ധമാണ്. ശ്രീ എൻ ശിവരാജൻ, CPMന് ഒരു സ്വാധീനമില്ലാത്ത ഒരു സ്ഥലമാണ്, അത് സമ്മതിച്ചു. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് താങ്കളും താങ്കളുടെ അടക്കമുള്ള കുറെ ബി.ജെ.പി. പ്രവർത്തകരും പോളിംഗ് ബൂത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ആ ഘട്ടത്തിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുകയാണ് എന്ന് LDFന്റെ പ്രവർത്തകർ പറയുന്നുമുണ്ട്. അതൊക്കെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നുമുണ്ട്. അവര് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നോ എന്തോ അത് അവരുടെ കാര്യം, അത് അവരോട് ചോദിക്കുക. നിങ്ങളങ്ങനെ ബൂത്ത് വിളിച്ച് നടത്തുകയോ
ഞങ്ങൾ ജനാധിപത്യ പ്രവർത്തനം നടത്തുകയോ ചെയ്തിട്ടില്ല. അത് കണ്ണൂരിൽ പോയി ചോദിച്ചാൽ അറിയാം. ഇവിടെ അല്ല ചോദിക്കേണ്ടത്. ഇവിടെ വൈകിട്ട് 5 മണി വരെ വളരെ ശാന്തമായിട്ട് പോളിംഗ് നടന്നു. പോലീസുണ്ട്, പോളിംഗ് ഓഫീസർമാരുണ്ട്, അവരോടാണ് ചോദിക്കേണ്ടത്.